ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LICയുടെ ഒരു പദ്ധതിനെ പറ്റി പറയാനാണ്. അത് നമ്മൾ വലിയ നീട്ടി ഉള്ളൊരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കവറേജുകളും എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറയുമ്പോൾ ടൈം കൂടും. ഇപ്പം എല്ലാവരും തിരക്കുള്ള ലോകത്തിൽ നമുക്ക് അങ്ങനെ ഒത്തിരി നേരം കേട്ടിരിക്കാനുള്ള സാവകാശമില്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് അത് മാത്രം പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത് കേട്ട് കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇതിനകത്ത് വാട്സാപ്പ് നമ്പർ കൊടുക്കും. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, ഇനി ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ അത് തരും. ഇല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ വിശദീകരിച്ച് തരുന്നതാണ്. ഈ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക്, അതായത് LIC എന്ന് പറയുന്നത് എല്ലാത്തരം ആളുകളെയും പരിഗണിക്കുന്ന ഒരു പോളിസികളാണ് ഇറക്കുന്നത്. കാരണം വരുമാനം കുറഞ്ഞവർക്കും കൂടിയവർക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന തരം പോളിസികളാണ് LIC കൊണ്ടുവരുന്നത്. ഇത് പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ട്, മറ്റെല്ലാ പോളിസികളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എടുക്കാവുന്ന തരത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് എടുക്കാവുന്ന ഒരു പോളിസി. കാരണം എന്താന്ന് വെച്ചാൽ എത്രയൊക്കെ വരുമാനം ഉണ്ടെങ്കിലും അവർ ജോലി ചെയ്യുന്ന ഒരു ബിസിനസ് വുമൺ ആണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും മറ്റ് ഏതെല്ലാം തരത്തിലുള്ള മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഒരു പ്രായം കഴിയുമ്പോൾ, പണിಯಲ್ಲಿ ജോലിയൊക്കെ കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിനു മുൻപ് അവർക്കുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, ഒരു ഡിസബിലിറ്റി വന്നാലോ അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിച്ച ഫാമിലിക്കോ, ഇനി അല്ലെങ്കിൽ ഒരു മണി ബാക്കി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ കിട്ടണമെന്ന് വെച്ചാലോ ഒക്കെ സാധിക്കുന്ന ഒരു പോളിസിയാണ് LIC കൊണ്ടുവന്നിരിക്കുന്ന ബീമാലക്ഷ്മി. ഇതിനകത്ത് കുറേ ബെനിഫിറ്റുകൾ മറ്റു പോളിസികളെക്കാളും കൂടുതലുണ്ട്. കാരണം ഇതിനകത്ത് മണി ബാക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു LIC പോളിസി ആണെങ്കിൽ മണി ബാക്ക് മേടിച്ചു കഴിഞ്ഞാൽ മച്യൂരിറ്റിയിൽ ആ മേടിച്ച മണി ബാക്കൊക്കെ കിഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ അതിന് ബോണസുമാണ് തരുന്നത്. ഇതിനകത്ത് അങ്ങനെയല്ല. നമ്മൾ മണി ബാക്ക് മേടിച്ചാലും അതിന്റെ അടിസ്ഥാന സമ്മിഷ്യോട് നമ്മൾ എത്രയാണോ എടുത്തത് അതും അതിന്റെ ബെനിഫിറ്റും കൂടി, അതായത് ലോയൽറ്റി അഡിഷനോടെ കൂടി നമുക്ക് തിരിച്ചു തരും മച്യൂരിറ്റിയിൽ. പിന്നെ മണി ബാക്ക് 3 ടൈപ്പ്, നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച്. ഏതെങ്കിലും മറ്റു മണി പോളിസികളിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകം ഡിസൈൻ ചെയ്ത തരത്തിൽ മാത്രമാണ് മണി ബാക്ക് ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് 3 ടൈപ്പ് നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. 2 വർഷം കൂടുമ്പോൾ മേടിക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ മേടിക്കാം. ഇല്ലെങ്കിൽ അടവ് കഴിയുമ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന സമ്മർഷ്യം, ഇപ്പോൾ 10 ലക്ഷത്തിന്റെ എടുത്ത ആ അടവ് കഴിയുമ്പോൾ അതിന്റെ പകുതി പൈസ നമുക്ക് തിരിച്ചു തരും. ബാക്കിയുള്ളതാണ് അവിടെ കിടക്കുന്നുള്ളൂ. എങ്കിൽ പോലും നമുക്ക് മച്യൂരിറ്റിയിൽ 10 ലക്ഷവും അതിന്റെ ബോണസും കൂടിയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. പിന്നെ ഇതിനകത്ത് റൈഡറായിട്ട് നമുക്ക് ഒരു 10 ലക്ഷം എടുക്കുന്ന ആൾക്ക് 10 ലക്ഷവും കൂടി മരണമൊക്കെ സംഭവിക്കുമ്പോൾ കിട്ടണമെങ്കിൽ ടേം റൈഡർ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ക്രിട്ടിക്കലായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അതായത് കുറച്ച് അസുഖങ്ങളാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെയല്ല. പക്ഷെ ഇതിനകത്ത് ആ റൈഡർ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം ഒന്നും കൂടുന്നില്ല. ക്രിട്ടിക്കലായിട്ട് വരുന്നത് ഇപ്പം 3 ഓപ്ഷൻ ഉണ്ട്. അതില് ക്യാൻസറുകൾ, പലവിധ ക്യാൻസറുകളും, പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന മേജർ ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കും ഒക്കെ നമുക്ക് ക്ലെയിം കിട്ടും. പക്ഷെ ഈ പ്രസവ സംബന്ധമായതൊക്കെ എടുക്കണമെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് അതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 45 വയസ്സ് വരെയൊക്കെ അത് നിലനിൽക്കും. അത് കഴിഞ്ഞ് അത് നമുക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവ സംബന്ധമായത് ആ കാലം വഴിയൊക്കെ തീരും നമുക്ക്. ഇങ്ങനെയുള്ളൊരു പോളിസി ഈ ബീമാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നമ്മുടെ വരുമാനമുള്ളവർക്ക് എടുത്തു കഴിഞ്ഞാൽ മച്യൂരിറ്റിയിൽ നല്ലൊരു എമൗണ്ട് കയ്യിലും കിട്ടും. അതുവരെയുള്ള എല്ലാ കവറേജിനും ഓട്ടോ കവറേജ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. LICയിൽ ചില പോളിസികൾക്ക് ആ കവറേജ് ഉണ്ട്. 3 വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് വരുമാനം കുറച്ച് ചില സമയത്തൊക്കെ ഒന്ന് മുടങ്ങിപ്പോകും. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞടയ്ക്കാന്ന് വെച്ച് നീക്കി വെക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കൊരു ക്ലെയിം വന്നാലും 3 വർഷം അടച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലെയിമിന് കിട്ടും. ഒരു കുഴപ്പമില്ലാതെ ആ ക്ലെയിമിന്റെ പൈസ നമ്മൾ ആ പ്രീമിയം അടയ്ക്കാനുള്ളത് മാത്രം അതിനകത്ത് കിഴിച്ചിട്ട് ബാക്കിയുള്ളത് LIC തരും. അതുപോലെ 5 വർഷം അടച്ചു കഴിഞ്ഞ പോളിസി ആണെങ്കിൽ 2 വർഷത്തേക്ക് വരെ മുടങ്ങിക്കിടക്കുകയാണെങ്കിലും ആ പ്രീമിയം എടുത്തിട്ട് ഒരു കവറേജ് വന്നാൽ ആ പ്രീമിയം LIC കിഴിച്ചിട്ട് ബാക്കിയുള്ളത് അവകാശിക്ക് കൊടുക്കും.
അതാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള ചില പോളിസികളാണ് LICക്ക് ഉള്ളത്. ഇതൊക്കെ മറ്റ് കമ്പനികളെക്കാളും പ്രത്യേകതയുള്ളത് LICയിൽ മാത്രമാണ്. കാരണം LIC ഒരു ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ആളുകളെയും പൈസ കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റാത്തവരെയും കൃത്യമായിട്ട് അടച്ചു പോകുന്നവരെയും ഒക്കെ പരിഗണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പരിഗണിക്കുന്ന രീതിയിൽ ഈ പോളിസി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ പോളിസിയൊക്കെ ഇറക്കിയിരിക്കുന്നത്. ചെറിയ സമ്മർഷേഡ് 2 ലക്ഷം മുതൽ പരമാവധി എത്ര വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. കാരണം 2 ലക്ഷം ഏറ്റവും ചെറിയ സാധാരണക്കാരനും, അപ്പൊ അതൊരു 15 വർഷം കൊണ്ട് അടവ് തീർത്താൽ ചെറിയ എമൗണ്ട് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, സാധാരണ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് പോലും എടുക്കാൻ പറ്റും. അപ്പൊ വലിയ സമ്മർഷേഡ് അടയ്ക്കാൻ പറ്റുന്നവർക്ക് അവർക്ക് ഹെൽത്ത്, അവരുടെ വരുമാനം ഇതൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി കുറച്ചു കാലം അടച്ച് മതി എന്നുള്ളവർക്ക് 7 വർഷം മുതൽ 15 വർഷം കൊണ്ടും അടച്ച് തീർക്കാം. ഇതൊക്കെയാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ പോളിസിയുടെ ടേം എന്ന് പറയുന്നത് 25 വർഷമാണ്. ഈ 25 വർഷത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കവറേജുകൾ എല്ലാം കിട്ടും. അടച്ചു കഴിഞ്ഞാലും മച്യൂരിറ്റിയിൽ നല്ലൊരു എമൗണ്ട് കയ്യിലും കിട്ടും. അത് നിങ്ങൾ എടുക്കുന്ന സമ്മർഷേഡിനനുസരിച്ച്. ഇതൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ 99 47 45 96 64 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ട് അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ കൂടുതൽ നീണ്ടുപോയാൽ താമസിക്കും. അതുകൊണ്ട് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം വരില്ല. ഒത്തിരി ടൈം എടുക്കുന്ന വീഡിയോസ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഒത്തിരി വലിയ ടൈം എടുക്കുന്ന വീഡിയോസ് പകുതി വെച്ച് ഞാൻ നിർത്തി കേൾക്കാതെ വരും, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിട്ടൊക്കെ കേൾക്കും. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാനാണ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഞാൻ ഉഷ ബാലകൃഷ്ണൻ, ഒരു ഇൻഷുറൻസ് അഡ്വൈസറും കൂടിയാണ്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.